ഏതാനും നിമിഷങ്ങൾ ഞങ്ങളുടെ ഈ വചനത്തിനു വേണ്ടി കാതോർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് തിന്മ വളർന്ന് ഇന്ന് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളിലേക്ക് വരെ ആ തിന്മയുടെ ശക്തി കടന്നു ചെല്ലുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമകളായിത്തീരുന്നു. യാതൊരു രഹസ്യ സ്വഭാവവുമില്ലാതെ മദ്യത്തിൻ്റെ ശക്തി ഈ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. തിന്മയുടെ ആധിപത്യം ഈ ലോകത്തിൽ നടമാടുന്ന ഈ ദിനങ്ങളിൽ കത്തോലിക്ക സഭയുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച് ലോകത്തിലെ സുവിശേഷം അറിയിക്കേണ്ട ദൗത്യം സഭ ഞങ്ങളെ ഏൽപ്പിച്ചു എന്ന ബോധ്യത്തോടു കൂടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ചെലാനത്തെ വളരെ സ്നേഹമുള്ള വിശുദ്ധിയുള്ള ഈ നല്ല ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടത് ഈ ഭൂമിയുടെ കാവൽക്കാരനാകാൻ വേണ്ടിയാണ്. ഈ ഭൂമിയെ അതിൻ്റെ സൗന്ദര്യത്തിൽ നിലനിർത്തുവാനും ദൈവം നമ്മെ ഏൽപ്പിച്ച എല്ലാവിധ സൗഭാഗ്യങ്ങളും അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുവാനും കൈമാറുവാനും വേണ്ടിയാണ്. പക്ഷേ എന്തോ പലപ്പോഴും നാം ഓരോരുത്തരും സ്വാർത്ഥരായി പോകുന്നു. നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തെ തന്നെ മലിനമാക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലും കടന്നുപോയിട്ടുണ്ടാകാം. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരേ ഒരു കാര്യമാണ്. ഈ ലോകത്തുള്ള എല്ലാ ജാതി മനുഷ്യരും സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹവും പങ്കുവയ്ക്കുന്നവരായി, എല്ലാ മനുഷ്യരും സ്നേഹത്തിൽ വ്യാപരിക്കുന്നവരായി തീരുവാൻ വേണ്ടിയാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ലോകത്തെയാണ് ദൈവം എനിക്കും നിങ്ങൾക്കും വാഗ്ദാനം ചെയ്തത്. ആ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ എന്തെങ്കിലും തടസ്സമായി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക മാത്രമാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വചനത്തിൻ്റെ ശക്തി അനാദികാലം മുതലേ പല വിധത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ ചെറുപ്പം മുതലേ തിരുവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാകാം. എങ്കിലും ജീവിത വ്യഗ്രതയിൽ പലപ്പോഴും അവ മറന്ന് നമുക്ക് മറ്റൊരു ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പിടിയിലായി പോയിട്ടുണ്ടാകാം. ദൈവം നിങ്ങളെ എന്നെയും സ്നേഹിക്കുന്നു. യാതൊരു കണ്ടീഷനുമില്ലതാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ദൈവസ്നേഹത്തിന് പരിധികളില്ല, ഉപാധികളില്ല. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് തന്നെ നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കാൻ വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ നാം ആ സ്നേഹത്തിൽ നിന്ന് വിദൂരസ്ഥരാണെങ്കിൽ അല്ലെങ്കിൽ ദൂരെയാണെങ്കിൽ, ഇതാ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ആ ദൈവത്തിലേക്ക് തിരിഞ്ഞു ചെല്ലുവാൻ വേണ്ടി. ക്രിസ്തു ലോകത്തേക്ക് വരുന്ന മുമ്പ് തന്നെ അനേകം പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ എസെക്കിയേൽ പ്രവാചകനെ ദൈവം ഒരു അസ്ഥിയുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. എസെക്കിയേൽ 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണിക്കുന്ന സത്യം, എസെക്കിയേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ധാരാളം അസ്ഥികൂടങ്ങൾ കൂടിക്കിടപ്പുണ്ടായിരുന്നു. എസെക്കിയേൽ പ്രവാചകനോട് ദൈവം പറയുന്നു, പ്രവാചക, നീ ഈ അസ്ഥികളോട് ദൈവവചനം പ്രസംഗിക്കുക. പ്രവാചകൻ അന്തം വിട്ടുപോയി. എന്താണ് അസ്ഥികളോട് ദൈവവചനം പ്രസംഗിക്കുവാൻ എന്നോട് ദൈവം ആവശ്യപ്പെടുന്നത്? എസെക്കിയേൽ പ്രവാചകൻ
അസ്ഥികളുടെ ദൈവവചനം പറയുന്നത് ആ വചനം കടന്നു ചെന്നപ്പോൾ പലയിടത്ത് കിടന്ന അസ്ഥികൾ കിലുകിലുകില് ശബ്ദത്തോടുകൂടി ഒന്നായി കാണുന്നു. അതിൽ ഒരു കിലുകില ആരവം കേട്ടു എന്നാണ് പറയുന്നത്. അത്രമാത്രം ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനത്തിന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും മാറ്റി ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി, ഈ ലോകത്ത് നമുക്ക് ഒന്നും നേടാനില്ല, നേടിയതെല്ലാം ദൈവം തന്നതാണെന്ന വിശ്വാസത്തോടു കൂടി നമ്മെ തന്നെ ഏതാനും നിമിഷങ്ങൾ ദൈവസമക്ഷം സമർപ്പിച്ച് നമുക്ക് ദൈവവചനത്തിനു വേണ്ടി കാതോർക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാണ്. നമ്മൾ അനുഭവിക്കും തോറും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അല്പനേരം സംസാരിക്കുവാനായിട്ടാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നമ്മൾ കുറേയധികം സ്നേഹമെന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്നേഹത്തെക്കുറിച്ച് നമ്മൾക്ക് ഒത്തിരി ചിന്തകളുണ്ട്. സ്നേഹം പല വിധത്തിലുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ സ്നേഹിക്കുന്നു, കൂട്ടുകാർ സ്നേഹിക്കുന്നു, സുഹൃത്തുക്കൾ സ്നേഹം പങ്കുവയ്ക്കുന്നു. അങ്ങനെ നിരവധി ലോകത്തിൻ്റെ സ്നേഹങ്ങൾ നമുക്കറിയാം. എന്നാൽ ദൈവം ലോകത്തെ സ്നേഹിച്ചത് സ്വന്തം പുത്രനെ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപപരിഹാര ബലിയായിട്ടാണ്. അങ്ങനെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്. നാം പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കുരിശിൽ മരിച്ചു. അവൻ്റെ തിരുരക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നമ്മൾ രക്ഷ പ്രാപിച്ചു. നമ്മളെല്ലാവരും പാപികളാണ്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, മനുഷ്യകുലം മുഴുവൻ ദുഷിച്ചു പോയി, ഒരുവൻ പോലും നല്ലതില്ല, ഒരാൾ പോലും നന്മ ചെയ്യുന്നില്ല, എല്ലാവരും തിന്മയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. എന്താണ് പാപം? പാപം എന്ന് പറയുന്നത് നമ്മളും ദൈവവുമായിട്ടുള്ള അകൽച്ചയാണ്. ദൈവത്തിനെതിരെ നമ്മൾ ചെയ്യുന്ന അപരാധങ്ങളാണ് പാപങ്ങളായി മാറുന്നത്. ഈ ഒരു പാപത്തിൻ്റെ മേഖലയിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പൂർണ്ണമായി എത്തുവാനായിട്ട് സാധിക്കാതെ വരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കാത്തത് നമ്മുടെ പാപാവസ്ഥയാണ്. ഈ പാപാവസ്ഥയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ പാപാവസ്ഥയെ നമുക്കെങ്ങനെ മറികടക്കുവാൻ സാധിക്കും? ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുക എന്നതാണ് പാപാവസ്ഥ അറിയുവാനായിട്ട് നമുക്കുള്ള ഏക പോംവഴി. നമ്മുടെ ജീവിതത്തിൻ്റെ പാപാവസ്ഥയെ അറിയുക എന്നതാണ് നമ്മുടെ മാനസാന്തരത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ കാരണമായി നിൽക്കുന്നത്. തെറ്റ് ചെയ്യുന്നത് മാനുഷിക സഹജമാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ നമ്മൾ ആരും തെറ്റ് ചെയ്യാത്തവരാരുമില്ല. പക്ഷെ ദൈവം നമ്മളെ വീണ്ടും വീണ്ടും ആ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ തൻ്റെ സ്നേഹത്തിൻ്റെ
കരുണയുടെ മുഖമായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെയാണ് ദൈവം നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന് പുറംതിരിഞ്ഞ് നിൽക്കാതെ ആ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമായി നിലകൊള്ളേണ്ടത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു ദൈവിക പദ്ധതിയിലേക്ക്, അതായത് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, നമ്മുടെ എല്ലാം പാപത്തിൻ്റെ പരിഹാര ബലിയായി കുരിശിൽ മരിച്ചുകൊണ്ട് ആ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ആ സ്നേഹം പൂർണ്ണമായി അനുഭവിക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ട് പരിശോധിക്കേണ്ടത്. നമ്മുടെ ജീവിതം 70-80 വയസ്സുകൾ നീളുന്ന, അല്ലെങ്കിൽ 70-80 വർഷങ്ങൾ നീളുന്ന വളരെ ചെറിയ ഒരു കാലഘട്ടമാണ്. ഈ ചെറിയൊരു കാലഘട്ടം കൊണ്ട് ഒരു നിത്യതയുടെ വലിയ ആത്മാവിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ദൈവപുത്രനായ യേശുക്രിസ്തു വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു വാസസ്ഥലമുണ്ട്, ആ വാസസ്ഥലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ്. അപ്പോൾ അത് നിത്യതയാണ്. നമ്മളതിനെ സ്വർഗമെന്നൊക്കെ വിളിക്കും. ഈ സ്വർഗത്തിൽ ദിവസങ്ങളോ കാലങ്ങളോ ഇല്ല, അത് അനന്തമായ നിത്യതയാണ്. ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി വരുന്നത്. ഈ സൗഭാഗ്യത്തിലേക്ക് നമ്മൾക്ക് എങ്ങനെ എത്തിച്ചേരാം? നമ്മൾ ഒത്തിരി വചനങ്ങളൊക്കെ കേൾക്കുന്നവരാണ്, എങ്കിലും നമ്മുടെ ജീവിതം ചില സാഹചര്യങ്ങളിലൊക്കെ വഴിതെറ്റിപ്പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോഴൊക്കെ തിരിച്ചു വരുവാനായിട്ട് നമുക്ക് ഏക മാർഗം കർത്താവിൻ്റെ വചനം വായിക്കുക, കർത്താവിൻ്റെ ബലിയിൽ സംബന്ധിക്കുക എന്നൊക്കെയാണ്. കർത്താവിൻ്റെ ബലിയിലൂടെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കേൾക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥവായനയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കുവാനായിട്ട് പ്രാർത്ഥനയിലൂടെ, പരസ്പരമുള്ള സഹായങ്ങളിലൂടെ, കാരുണ്യ പ്രവർത്തികളിലൂടെയൊക്കെ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള ജീവിതം, അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു നന്മയുള്ള ജീവിതമായി പരിണമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ഇടയിലേക്ക് വന്നത് എല്ലാ മനുഷ്യരെയും രക്ഷ നേടിക്കൊടുക്കുക, എല്ലാ മനുഷ്യർക്കും രക്ഷ നേടിക്കൊടുക്കുവാനായിട്ടാണ്. നമ്മുടെ ഇടയിൽ ഒത്തിരി വേദനകൾ അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മാനസികമായി ഒത്തിരി പ്രശ്നങ്ങളിലകപ്പെട്ടവർ, മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും ഒക്കെ ദുശീലങ്ങളിൽ അടിമപ്പെട്ട് കുടുംബജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, എൻ്റെ ജീവിതം നശിച്ചു, എനിക്കിനി ആരുമില്ല, എന്നെ ആർക്കാണ് ആവശ്യമെന്നൊക്കെ. പക്ഷേ കർത്താവായ യേശുക്രിസ്തു നമ്മളെ കാത്തിരിപ്പുണ്ട്. നമ്മൾ എത്ര വഴിതെറ്റിപ്പോയാലും നമുക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് യേശുക്രിസ്തു. ആ മാർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളെ സുന്ദരമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോയുടെ നാമത്തിൽ എവിടെയൊക്കെ ബന്ധനങ്ങളുണ്ട്, ആ ബന്ധനങ്ങളൊക്കെ വിട്ടുപോകുവാനായിട്ട് യേശുക്രിസ്തു നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുവാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കും. പ്രിയപ്പെട്ട സ്നേഹിതരെ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ രക്ഷ, ഇതൊക്കെ തികച്ചും സൗജന്യമാണ്. നമ്മളിന്ന് ഒത്തിരി ആളുകളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒത്തിരി പൈസയൊക്കെ കൊടുത്താണ് ഓരോ കാര്യങ്ങളുമൊക്കെ നമ്മൾ നേടിയെടുക്കുന്നത്. നമ്മളൊരു ലോണിന് ചെന്നാൽ ബാങ്കിൽ നമ്മുടെ ആധാരമൊക്കെ പണയം വെച്ച് നമ്മുടെ ID പ്രൂഫൊക്കെ കൊടുത്താണ് ആ ലോണൊക്കെ വാങ്ങുന്നത്. അങ്ങനെ ഒത്തിരി നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമാകുന്ന ഒത്തിരി
കാര്യങ്ങളെ നേടിയെടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതിഫലമായി കൊടുത്തുകൊണ്ടാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഏറ്റവും ആവശ്യമായി വേണ്ടത് ആത്മാവിൻ്റെ രക്ഷയാണ്. ആ രക്ഷ നേടിയെടുക്കാൻ നമുക്ക് ഒരു പാരിതോഷികവും കൊടുക്കണ്ട. ആകപ്പാടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ വിശ്വാസം മാത്രമാണ്. കർത്താവിൻ്റെ രക്ഷ ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയുടെ മുകളിൽ ക്രൂശിതനായി മരിച്ച് രക്തം ചിന്തി നമ്മുടെ പാപപരിഹാരങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ക്രിസ്തു നമ്മളെ നേടിയെടുത്തു. ഇപ്പോൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയും നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയും നമ്മുടെ ഇടയിൽ ഇനിയും ജനിക്കാനിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുമുള്ള രക്ഷയാണ് യേശുക്രിസ്തു നേടിയെടുത്തത്. ആ രക്ഷയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഒരു പാരിതോഷികവും ആർക്കും കൊടുക്കണ്ട. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബത്തിലെ ഒരാൾ യേശുക്രിസ്തുവിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുമ്പോൾ ആ കുടുംബത്തിലുള്ള മുഴുവനും രക്ഷ പ്രാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യന്റെ വിശ്വാസം മൂലം ഒരു കുടുംബത്തിലെ 6-7 അംഗങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നു. ആ രക്ഷ ഒരു പാരിതോഷികവും കൂടാതെ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഇന്ന് ഗവൺമെന്റ് നമുക്കൊരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചില ക്രമീകരണങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തു വിശ്വസിക്കുമ്പോഴും ഈ ഒരു രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ചെറിയ ചെറിയ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ആ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളൊരു റേഷൻ കടയിൽ ചെന്ന് ഒരു സൗജന്യ റേഷൻ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ റേഷൻ സൗജന്യമാണ്, പൈസ കൊടുക്കേണ്ട. പക്ഷെ ചില ക്രമീകരണങ്ങൾ അവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ റേഷൻ കടയിൽ ചെല്ലണം. പിന്നെ നമ്മുടെ റേഷൻ കാർഡ് കാണിക്കണം. അവിടെ നമ്മുടെ വിരലടയാളം പരിശോധിക്കണം. അതിനുശേഷമാണ് നമുക്ക് സൗജന്യമായ റേഷൻ നമ്മുടെ വീടുകളിൽ എത്തുന്നത്. ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷയും തികച്ചും സൗജന്യമാണെങ്കിലും ആ രക്ഷ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ഇത്തരം ചില ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. ഒന്ന്, നമ്മുടെ പാപാവസ്ഥ മാറുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നന്മ പ്രവൃത്തികൾ ചെയ്യണം. നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണം, നമ്മുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കണം. നമ്മുടെ ആവശ്യമുള്ള എല്ലായിടത്തും നമ്മളൊരു നന്മയായി മാറണം. ഇസ്രായേൽ ജനം സിനായി മലയുടെ അടിവാരത്തിൽ തമ്പടിച്ച് നിൽക്കുമ്പോൾ മോശയുടെ കൈകളിൽ ദൈവം 10 കൽപ്പനയുടെ സ്ഫടികം കൊടുത്തു. 10 കൽപ്പനകൾ എഴുതിയ ഒരു സ്ഫടികം. ഇതിൽ 3 കൽപ്പനകൾ ദൈവവും മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 3 കൽപ്പനകൾ. അതിൽ അവസാനത്തെ 7 കൽപ്പനകൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം ജനനം മുതൽ മരണം വരെ ദൈവത്തിലും പരസ്പര സ്നേഹത്തിലും ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണമെന്നാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും മരിച്ചതിനു ശേഷം ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു അല്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ മരിച്ചതിനു ശേഷം ജീവനോടെ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒന്നും. നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികൾ ഗുരുതരമായ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ, ആത്മഹത്യാ പ്രവണതകളിലേക്കൊക്കെ പോകുമ്പോൾ
അവരുടെ ചിന്ത ഈ മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്നുള്ളതാണ്. ഇല്ല, മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. മരണത്തിനുള്ള ഏക മറുപടി കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉദ്ധാനം മാത്രമാണ്. മരണത്തിന് പോലും ഒരു മറുപുറമുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദൈവിക സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് എല്ലാത്തിനും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി യേശുക്രിസ്തു മാറുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ നാടുകളിലൊക്കെ വളരെയധികം കാണപ്പെടുന്ന ഒരു പാപാവസ്ഥയാണ് അമിതമായ മദ്യപാനവും. നമ്മുടെ പുതിയ തലമുറ വളരെയധികം മാരകമായ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതത്തിൻ്റെ നല്ല ദിനങ്ങളെ മോശമാക്കി പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന ഒരു പാപാവസ്ഥയാണ്. സാത്താൻ നമ്മുടെ മക്കളെ കെണിവെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു മോചനം വേണം. നമ്മുടെ മക്കളെ നമ്മുടെ സ്വന്തമായി കിട്ടണം. നമ്മുടെ മക്കളും നമ്മളും വിശുദ്ധിയുള്ള ജനമായി മാറി നമ്മുടെ നാടിന് നന്മയുള്ളതായി അവരുടെ ജീവിതങ്ങൾ പൂത്തുലയണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടും നമ്മുടെ കുടുംബവുമൊക്കെ മാറണമെങ്കിൽ നമ്മുടെ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ദൈവിക വിശ്വാസത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. പക്ഷെ ആ നന്മ പുറത്തെടുക്കുവാനോ വെളിവാക്കപ്പെടുവാനോ പലപ്പോഴും തിന്മ നമ്മളെ സഹായിക്കുന്നില്ല. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് ഓരോ ദിനവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു തെരുവ് സുവിശേഷം ഞങ്ങളിങ്ങനെ പ്രഘോഷിക്കപ്പെടുന്നത് തികച്ചും നമ്മളൊക്കെ പലരും പള്ളിയിൽ പോവുകയോ ഒരു ധ്യാനത്തിന് പോകാതെയൊക്കെ ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ വ്യഗ്രതയിൽ ദിവസങ്ങളൊക്കെ തള്ളി നീക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു സുവിശേഷ പ്രഘോഷണവുമായി ഞങ്ങൾ കടന്നു വരുന്നത്. ഈ ഒരു ദിവസമൊക്കെയും പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവസ്നേഹം അത് എല്ലാവർക്കും കിട്ടണം. എല്ലാവരും ആ സ്നേഹത്തിലേക്ക് കടന്നു വരണം. സന്തോഷം, സമാധാനം, ഇതൊക്കെയാണ് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ജീവിത അവസ്ഥ. ആ ഒരു സ്നേഹം പരിപൂർണമായി നമ്മുടെ കുടുംബങ്ങളിലും എല്ലായിടത്തും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കർത്താവായ ക്രിസ്തു ഇന്നും ഇന്നലെയും ഒരാൾ തന്നെയാണ്. നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.